സത്യനെ കുറ്റം പറയാൻ പറ്റില്ല. ദേവികയുടെ പെരുമാറ്റ സ്വഭാവം കാണുന്ന പലർക്കും അവൾ എക്സെൻട്രിക് ആണെന്ന് തോന്നുന്നു. എന്നോട് അവൾക്ക് മുൻപുണ്ടായിരുന്ന തീവ്രമായ സ്നേഹമാണ് ഇപ്പോ ആ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. സോറി സാർ, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? ആക്ച്വലി നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഒരു ഇന്റർനാഷണൽ ഫാഷൻ കോൺടെസ്റ്റിൽ വർമ്മ ഡിസൈൻസ് വിജയിച്ച എൻ്റെ സക്സസ് പാർട്ടി ആയിരുന്നു അന്ന്. ന്യായീകരിക്കാൻ ശ്രമിക്കാറില്ല ഞാൻ. മദ്യത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ ലഹരിയിൽ അതങ്ങനെ സംഭവിച്ചു പോയി. സാറൊന്ന് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന കാര്യമില്ലുള്ളൂ. അതിന് സാറൊന്ന് ശ്രമിച്ചൂടെ? ശ്രമിച്ചു. ദേവിക, എനിക്ക് സംസാരിക്കണം. ദേവിക പ്ലീസ്, എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അതിനുശേഷം അവളുടെ മുന്നിൽ പോകാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അല്ല സാറേ, ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്ലിൽ കൊത്തിവെച്ച പോലെ ആ കറ അവളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അത് നീ കഴുകിക്കളയണം. നേർക്ക് നേരെ കണ്ട കാര്യം മാഡത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചളയാൻ പറ്റൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കി തീർക്കാനും പറ്റും. അതെന്റെ കോൺഫിഡൻസാ. അതിന് പ്രതിഫലമായിട്ട് നിനക്ക് എന്തും ഡിമാൻഡ് ചെയ്യാം. നീ ആവശ്യപ്പെട്ടാൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. കാരണം അതിനേക്കാൾ വിലപ്പെട്ടതാണ് എനിക്കെന്റെ ദേവിക. സാറേ, ഗജഫ് റോഡ് പരിപാടികൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. മല പോലെ വന്നതിനൊക്കെ മഞ്ഞോല ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലെനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിന് നേരെയുള്ളവരെ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ല സാറേ. പിന്നെ ഒരു വഴിയുള്ളത്, അവർ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് തരിക എന്നുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? സാറില്ലാതെയും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് മാഡത്തിന്. ആ വിശ്വാസത്തിൻ്റെ നെറുകും തലയിലാണ് നമ്മൾ ആദ്യം കൊട്ടുകൊടുക്കേണ്ടത്. വരാനിരിക്കുന്ന മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ സാറിൻ്റെ കാൻഡിഡേറ്റ് നിർബന്ധമായിട്ട് മത്സരിക്കണം, മാഡത്തിനെതിരായിട്ട്. നോ, നെവർ. ദേവികയായിട്ടുള്ള ഒരു മത്സരത്തിന് ഞാനില്ല. അവളെ തോപ്പിച്ച് കിട്ടുന്ന ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം. എന്നെ എൻ്റെ വഴിക്ക് വിട്ടാലേ സാറ് പറയുന്ന പോലെ സാറിൻ്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റൂ. കൈവിട്ടുപോയ മാഡത്തിനെ തിരിച്ചു പിടിക്കാനുള്ള അവസാന വഴിയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു അവിടെ നിന്ന് തന്നെ നമ്മളെ തിരിച്ചു പിടിക്കണം. ഓക്കെ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഡിമാൻഡ് പറയാം. സാറിൻ്റെ സ്വത്തോ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. മാക്സ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ സാർ അവതരിപ്പിക്കുന്ന കാൻഡിഡേറ്റ് ഞാൻ പറയുന്ന ആളായിരിക്കണം. എനിക്ക് ഓർമ്മയുണ്ട് ഈ കുട്ടിയെ. കോൺഫിഡൻസിലായും അതാണ് ഈ കുട്ടിയുടെ ഡ്രോബാക്ക്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു മത്സരത്തിൽ വിന്നറാക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യം ഞാൻ നടത്തി തരുമെന്ന് സാർ വിശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഞാനും തിരിച്ച് സാറിനെ വിശ്വസിക്കുന്നു. സാർ എനിക്ക് ഉറപ്പൊന്നും തരണ്ട, ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഓട്ടോ എടുത്ത് പോക്കോളാം. നരൻ, വർമ്മ സാർ തന്നെ നേരിട്ട് എന്നെ വിളിക്കായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. ഐ റിയലി കാൻറ്റ് ബിലീവ് ദിസ്. നരൻ അറിയാമോ, ഇന്ന് 2-ാം തീയതിയാണ്. 2 was my lucky number. പറഞ്ഞ മണ്ടത്തരം തോന്നുമായിരിക്കും, പക്ഷെ അതെനിക്കൊരു വല്ലാത്ത കോൺഫിഡൻസാ. ഈവനിങ് ഫ്ലൈറ്റ് ആണ് 5:30. നരൻ വരില്ല എയർപോർട്ടിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ? ഓക്കെ ഡാർലിംഗ്. ഓക്കെ. ഓട്ടോ. ഹലോ ഹലോ. ഉമ്മ എടുക്കുന്നതിന് മുമ്പ് വെച്ചു പോയാ? എടാ,
ഒരു 4:52 5 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5 4 9 9 2 11 1 1 2 5 ലക്കി നമ്പറാ 2. ഇനി എന്റെ നമ്പർ 2 എന്റെ ലക്കി നമ്പറാണ്. എപ്പോഴും നമ്പർ 2 കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. എന്നാടാ നീ നന്നാവണേ? ആ നമ്പർ 2 അല്ല, പിന്നെ? ലക്കി നമ്പർ 2. എന്തിനാ? അല്ല നീയല്ലേ പറഞ്ഞ ആട്ടു? ഓ ഭയങ്കര ഡിൻഡു കോമഡി. ഇന്ന് പോകണ്ട. അതിനെക്കാട് നല്ലപോലെ കിളി ഷഡിയില് മൊട്ടയുടെ കഥയായിരുന്നു. പിന്നെ അങ്ങട് ഏത് മാഷാടാ നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. അയ്യേ, പാവം തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫെയർ അടിച്ച് ചത്തുപോയി. തിരുവായ കഴുകിട്ട് ചായ എടുത്തടാ. അപ്പൊ പാത്രം കഴുകണ്ടേ? എന്തെങ്കിലും കഴുകു. ഈ അണ്ണനെ ദുബായി കൊണ്ടുവന്ന് മണ്ടത്തറി. അഞ്ജലി അഞ്ജലി ചായാഞ്ജലി. അല്ലണ്ണ, അഞ്ജലിയേച്ചി വന്നത് വർമ്മ സാറിന് വേണ്ടി. അണ്ണൻ വർക്കേണ്ടത് വർമ്മ സാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലിയേച്ചി അറിഞ്ഞാൽ കുഴപ്പമില്ലണ്ണ. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. ടൈം കറക്റ്റ് അല്ലേ? ഞാനല്ലെങ്കിൽ ലേറ്റ് ആകൂല. കറക്റ്റ് 4:52 കേട്ടാ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? തെരപ്പരടക്ക് കണ്ടോടാ. ലക്കി നമ്പർ 2 കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഇയാൾ വിളിക്കാനല്ലേ ഞാൻ വന്നേ. പിന്നെ അതെ. അയ്യോ പോയോ? ഇത് തുറക്കണില്ലല്ലോ. കോണിപ്പോ എവിടെയാ? അണ്ണാ ടെൻഷൻ അടിക്കണ്ട. സമയം ഉണ്ടെന്നാ എത്തുന്ന. നമ്മളായിട്ട് ലേറ്റ് ആവാൻ പാടില്ല. മേഡമുണ്ട് കാറി. അയ്യോടാ പാവത്തിന് മഞ്ഞമുണ്ട്. അയ്യോ അതല്ല, മേഡം കാറിലുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. ക്യാൻ യു കം വിത്ത് മീ? അണ്ണാ അപ്പൊ അഞ്ജലി ചേച്ചി? ഹൂ ഇസ് അഞ്ജലി? അഞ്ജലി അല്ല, ജിഞ്ചലി. അപ്പൊ 5 ജിഞ്ചലി മതി. പിന്നെ ജിഞ്ചലി ഓയിൽ തന്നെ സവാളിട്ട് പോപ്പിച്ചിട്ട് പിന്നെ എയർപോർട്ടിൽ ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് You'll ride, right? Yeah, of course. Why not? Then come. Okay, madam. അയ്യോ മേഡം, ഞാൻ കേറിയില്ല. മേഡം സോറി, ടാക്സി. മാഡം ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്തിനാ ഇതിനകത്ത് കയറി? മാഡം 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു. ഹലോ, എന്തായടാ? അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? അല്ല അണ്ണനിപ്പോ എവിടെയുണ്ട്? എടാ ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡേ. എടാ ഫാം. അയ്യോ അണ്ണാ ഡ്രൈവറിന്റെ അടുത്ത് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ ഫാം ഹൗസടാ. എടാ ഫാദറിന്റെ എഫ്. കാതറിന്റെ വൈഫാ? കാതറല്ലടാ കൂതറെ. ഫാദറിന്റെ വേണ്ട. എടാ ഫ്രീസറിന്റെ എഫ്. ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ ഈ എടാ ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. എടാ പുല്ല് ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് ഒരു ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നു. എടാ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി വന്നതിന് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ, ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ ഹലോ അണ്ണാ. അയ്യോ ചോദിച്ചിട്ട് കിട്ടാനല്ലോ. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞാൽ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ?
വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ആനന്ദ് വർമ്മ എനിക്കെതിരെ ഒരു മോഡലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. ഓ ആരാ? ഏതാണ് മോഡൽ? സത്യന് എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം, അറിയാനുള്ളൊരു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഇതൊരു കുട്ടിയാണെന്നറിയാം. എന്തെങ്കിലും കാണാതെ ആനന്ദ് അങ്ങനെ ഒരു നീക്കം നടത്തില്ല. ആ മോഡൽ മത്സരത്തിൽ പങ്കെടുക്കരുത്. പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയോ ഏത് മാർഗം വേണമെങ്കിലും സത്യന് സ്വീകരിക്കാം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം, യു നോ. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയട്ടെ മാഡം. വർമ്മ സാറിനോട് മാഡം ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പം പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് വർമ്മ ഡിസൈൻസിൻ്റെ മോഡലായിട്ട് പ്രസൻറ്റ് ചെയ്തൂടെ മാഡം? സോറി മാഡം, ഞാൻ സത്യനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൂടെ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ, പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. എന്താ? അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു, സോറിട്ടാ.